ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കഞ്ചിക്കോട് ജംഗ്ഷൻ, പാലക്കാട് കഞ്ചിക്കോട് ജംഗ്ഷനിൽ, പാലക്കാട് സേലം ഹൈവേയിൽ കഞ്ചിക്കോട് ജംഗ്ഷൻ. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ജംഗ്ഷനാണ് കഞ്ചിക്കോട് ജംഗ്ഷൻ. ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് പാലക്കാടിൻ്റെ പറയുന്നത്. ഇതാ കാണുന്നതാണ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യം ഫാമിലി ഹെൽത്ത് സെൻ്ററാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സർവീസ് റോഡിൽ കൂടെ ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് 1.5 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. 12.25 സെൻറ്റ് സ്ഥലം, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള ഒരു വീട്. ഏകദേശം 20 വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ്. ഇപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആൾറെഡി 10,000 റുപ്യേൻ്റെ അടുത്ത് വാടക കിട്ടുന്നുണ്ട്. 10ൻ്റെ അടുത്ത് തെങ്ങുകളുണ്ട്. അതിൽ 6 തെങ്ങ് നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ്. ഇതാണ് പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടും കൂടി കെട്ടാനുള്ള സ്പേസ് ഉണ്ട്. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാട്ടോ. ശരിക്ക് 2 പീസായിട്ട് മുറിച്ച് നമുക്ക് കിട്ടും. അല്ല, നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് ഉള്ളതൊക്കെ. അത്യാവശ്യം നല്ല കായ്ഫലമുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല മെയിൻ്റെനൻസുകളും ചെയ്യാണ്ടാണ് തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ല കായകൾ. അതിനൊക്കെ നല്ല തടമൊക്കെ വെട്ടി നല്ല മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ല കായ്ഫലം തരുന്ന തെങ്ങുകൾ തന്നെയാണ്. എല്ലാത്തിലും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള നല്ല തേങ്ങകളുണ്ട്. ഒരു ടോട്ടൽ 10 തെങ്ങ്, അതിലൊരു 6 തെങ്ങിൽ നല്ല കായ്ഫലമുണ്ട്. 4 ചെറിയ തെങ്ങുകളാണ്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കായ്ഫലങ്ങളേ ഉള്ളൂ. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട് തന്നെയാണ്. ഇവിടെ ഇത് കൊടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ കണക്ഷനും എടുത്തിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് സർവീസ് ഇനിയും സ്റ്റാർട്ടായിട്ടില്ല. പിന്നെ ബാക്ക് സൈഡ് നല്ല പാടാണ്. കൃഷിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് ഹൈവേ നേരെ കാണാനും പറ്റും അങ്ങോട്ടേക്ക്. അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാണ്ടില്ല. നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഏകദേശം ചുറ്റും കോമ്പൗണ്ട് വാൾ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. അവിടെ നമ്മളൊരു ചെറിയൊരു ഗേറ്റും കണ്ട് വെളിയിലോട്ട് പോകാനായിട്ട്. ഏകദേശമുള്ള തെങ്ങിലൊക്കെ നല്ല കായ്കളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെളിയിലുള്ള ഔട്ട്സൈഡ് വ്യൂസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് അങ്ങനെ വീടിൻ്റെ ഉള്ളും കൂടി നോക്കാം. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഹൈവേ എന്നൊരു 700 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിനോട് നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ട്. അതുപോലെ ഒലവക്കോട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. പാലക്കാട് മലമ്പുഴ ഡാമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ തന്നെ IIT ഒരു 2.5 കിലോമീറ്ററിലും, ഇവിടുത്തെ കഞ്ചിക്കോട് കേന്ദ്ര വിദ്യാലയം നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു തേക്കിൻ്റെ ഡോറ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. മൊസൈക്കാണ് കേട്ടോ തറ കൊടുത്തിരിക്കുന്നത്. നിലമൊക്കെ മൊസൈക്കിലാണുള്ളത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ചെറിയ മെയിൻ്റെനൻസും കാര്യങ്ങളും ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൽ മനോഹരമായിട്ട് ഈ വീടിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എവിടെയും ഒരു ക്രാക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അധികം കാണാനില്ല. ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പ്രയർ റൂം ഏരിയ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാളിനോട് ചേർന്ന് തന്നെ ഒരു പ്രയറിനുള്ള സ്പേസ്. ഇവിടെ ചെറിയൊരു വരാന്ത. അതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു കിച്ചൺ ഏരിയ കിട്ടുന്നുണ്ട്. പഴയ രീതിയിലുള്ള കിച്ചൺ സ്ലാബും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേറൊരു ബെഡ്റൂം കൂടി വരുന്നുണ്ട്. ഇത് അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് അല്ലാത്തൊരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ നേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയസ് പ്ലേസിലേക്ക്, അതൊരു ചെറിയൊരു സ്റ്റെപ്പ് താഴെ ഇറക്കത്തിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയ പ്ലേസ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഉള്ളിലുള്ള പ്രോപ്പർട്ടി. ഇവിടെ നോക്കി നമുക്ക് വാഷ് ബേസിൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട്. ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ടൈപ്പ് ടോയ്ലറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഉള്ളിലുള്ള വീടിൻ്റെ സ്ഥിതി. 2 ബെഡ്റൂം, ഒരെണ്ണം അറ്റാച്ച്, ഒരെണ്ണം കോമൺ. ഇനി നമുക്ക് വീട്ടിൻ്റെ വെളിയിൽ സ്റ്റെയർ വഴി നമുക്ക് മേലെ നോക്കാം. വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. പഴയ ആ സ്റ്റൈലിലുള്ള സിമെൻറ്റ് കൊണ്ടുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയും ഒരു പൊട്ടലോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ പ്രോപ്പർട്ടി ഇരിക്കുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തതിന് വീട് നല്ല രീതിയിൽ നമുക്ക് ഇനിയും കുറേ കാലം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. ഒരു സൈഡിൽ ഇനി ഒരു വീട് കൂടി കെട്ടാനുള്ള സ്ഥലം കൂടി നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ലേ, നമ്മൾ താഴെ നോക്കിയിരുന്നു തെങ്ങുകളൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. അങ്ങനെ ഒരു 10 തെങ്ങുകൾ, അതിൽ 6 നന്നായി കായ്ക്കുന്നത്. അല്ല, ചുറ്റും ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഹൈവേ കാണാം. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സൂം ചെയ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അവിടെ കണ്ടോ, അവിടെ വണ്ടികളൊക്കെ പോകുന്ന ഹൈവേയിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഈ പ്രോപ്പർട്ടിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇപ്പോൾ ഏകദേശം 12.75 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്, 2 BHK ആണ്. 20 വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ്. ഇതിന് ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. 98 lakhs. നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അധികം പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.